മാസ്റ്റർ പീസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ സംഭവം എന്താണെന്നില്ല നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ അല്ലേ. ഞങ്ങൾ 3 നാൾ ഒരു സൈക്കിളിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്, യാത്ര ചെയ്തു വന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 2 എണ്ണത്തിനെ ഞാനാണ് കൊണ്ടുനടക്കുന്നത്, ബാക്കിൽ നിന്ന് ഇങ്ങനെ ചവിട്ടിയിട്ട്. അത് വളരെ സിമ്പിളായിട്ട് ചവിട്ടാൻ പറ്റിയ ഇവർ തന്നെ കണ്ടുപിടിച്ച്, നമ്മളല്ലത് കണ്ടുപിടിച്ചിട്ടുള്ളത്, അവർ കണ്ടുപിടിച്ചൊരു മെക്കാനിസമാണ്. അതായത് 3 പേർക്ക് ചവിട്ടാൻ പറ്റിയ ഈ ഇന്ധനവില, അതായത് എന്താ പെട്രോളിന് വില കൂടിയോണ്ടുള്ള പ്രതിഷേധമാണെന്ന് അറിയില്ല, അതൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. എഞ്ചിനീയർമാരൊക്കെ നമ്മളെ കൂടെ ഉണ്ട് അല്ലേ. അതെ. അപ്പോൾ നമ്മൾ മഞ്ചേരിയിലാണുള്ളത്. മഞ്ചേരിയിൽ നല്ലൊരു കൗതുകപരമായിട്ടുള്ള സംഭവം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സൈക്കിൾ അല്ലേ. ഇതിനെക്കുറിച്ചുള്ള വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മാസ്റ്റർ പീസ് വ്ളോഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തൊക്കെ. അപ്പോൾ കൂടുതലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എഞ്ചിനീയേഴ്സിനെ പരിചയപ്പെടാം. അതുപോലെ തന്നെ ഈ ഒരു സൈക്കിളിൻ്റെ റിവ്യൂ കൂടെയാണ് ഇന്ന് നടത്താൻ പോകുന്നത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേ കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കും. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ഈ ഒരു ആശയം അവർക്ക് വന്നതെന്നൊക്കെയാണ് നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നത്. മഞ്ചേരി തന്നെയാണ്, നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേകതയുള്ള സൈക്കിളിനെ കുറിച്ച് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന റിവ്യൂ ആണ്. അപ്പോൾ അതിന് മുമ്പ് ഇതുണ്ടാക്കിയ എഞ്ചിനീയേഴ്സിനെ കുറിച്ച് പറയാം അല്ലേ. ഇപ്പോൾ 1-2 ദിവസങ്ങളായിട്ട് പത്രങ്ങളിലൊക്കെ വരെ തിളങ്ങി നിൽക്കുന്ന വ്യക്തികളോടുകൂടിയാണ്. നമ്മളെ നാട്ടുകാർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉടനെ തന്നെ വന്ന് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരാൻ പോവുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് നമുക്ക് അതിനെ പരിചയപ്പെടാം. ഇത് ദിൽഷാദ്, അതുപോലെ തന്നെ നൗഫൽ, അതുപോലെ തന്നെ സൽമാൻ, റിൻഷാദ്, 4 പേര് ആണ് ഈ ഒരു സൈക്കിൾ ഉണ്ടാക്കിയത്. എന്താണ് ഈ ഒരു സൈക്കിൾ? എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ട് 4 സീറ്റ് ഉണ്ടാക്കിയില്ല? 4 പേരുണ്ടല്ലോ നിങ്ങൾ. ഒരാൾ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ട ഒരാൾ, അല്ലെങ്കിൽ ഇവരെ ചിന്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ, അതുകൊണ്ടാട്ടോ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മുടെ സൈക്കിളിനെ കുറിച്ച് പറയാം. എങ്ങനെയാണ് ഈ ഒരു ആശയം നിങ്ങൾക്ക് വന്നത്, ഇങ്ങനെ ഒരു സൈക്കിൾ ഉണ്ടാക്കണം? അതെ, എന്താണ് സംഭവം? പെട്രോളിന് നല്ല വിലയാണ്. അപ്പോൾ പിന്നെ 3 കൂടി ഒരൊറ്റ ഇതിൽ തന്നെ പോവുകയും ചെയ്യാം. അതാണ് ഈ ഒരു ആശയം വരാൻ കാരണം. എത്ര ദിവസം എടുത്തു ഇങ്ങനെ ഒരു സൈക്കിൾ ഉണ്ടാക്കാനായിട്ട്? 2 ആഴ്ചത്തെ ടൈം എടുത്തു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലോക്ക്ഡൗൺ ആയിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. മഞ്ചേരി ഇപ്പോൾ ഈ ലൊക്കേഷൻ്റെ കറക്റ്റ് ലൊക്കേഷനിൽ വരുന്ന വട്ടപ്പാറ. ഈ സൈക്കിൾ എത്ര എക്സ്പെൻസ് ആയി? ഒരു 10,000 രൂപ. പുതിയതല്ല, ചെയ്യാൻ വന്ന റേറ്റ് ഏകദേശം ഒരു 10,000 രൂപന്റെ അടുത്ത്. ഇതിലൊരു സൈക്കിൾ ഉണ്ടാവൂല്ലേ? ഒരു സൈക്കിൾ ഇതിലുണ്ടാവും. ഇതിൽ സൈക്കിളിന്റെ പാർട്ട് ഫുള്ളായിട്ട് ഒരു സൈക്കിളിന്റെ ഫുള്ളായിട്ടുള്ള സാധനമല്ല, അത് വരെ ഒരു സൈക്കിൾ. ഈ ഒരു ഇത് മാത്രം എടുത്തു. അതിൻ്റെ ഈ ഒരു പോഷൻ ഇങ്ങനെ, ഈ ടയറും ഇതും വരുന്നത്. ഈ ഫ്രണ്ടത്തെ സൈക്കിളിന്റെ ഇങ്ങനെ ഈ പോഷൻ എടുത്തു. ഓക്കെ, അങ്ങനെ 3 സൈക്കിളിന്റെ ഏകദേശം ഉണ്ട്. 3 സൈക്കിൾ മൊത്തമായിട്ടുണ്ടെന്ന് പറയാം. 3 സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, 3 ഹാൻഡിൽ ഉണ്ട്. അപ്പോൾ 3 സൈക്കിൾ വെച്ചിട്ട് ഒരു വലിയൊരു സൈക്കിൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാക്കിയാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു ആശയത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണോ? അല്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ സൈക്കിൾ കാണാൻ. അതുകൊണ്ടുകൂടിയാണ് അത് പ്രചോദനമായിട്ടാണ് ഇങ്ങനെ സൈക്കിൾ ഉണ്ടാക്കാൻ കാരണം. ആ മൂവി 2 ഇറങ്ങുന്നുണ്ട്, അപ്പൊ അതിന് മുമ്പ് ഉണ്ടാക്കിയതായിരുന്നു. അതുപോലെ തന്നെ അവർ കൊണ്ടുപോവാണെങ്കിലോ. അപ്പോൾ സംഭവത്തിൽ എന്തായാലും 4 ചെറുപ്പക്കാരുണ്ടാക്കിയ ഈ ഒരു സൈക്കിൾ കൗതുകരം തന്നെയാണ്. ഇനി ഇതിന്റെ റിവ്യൂ ആണ് നമ്മൾ നടത്തുന്നത്. അതിനു മുമ്പ് ഇവരുടെ ജോലിയൊക്കെ എന്താണെന്ന് അറിയണം, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ? എന്തൊക്കെയാണ് ജോലി? ഇപ്പോൾ വർക്ക് ചെയ്യണത് ഒരു അക്ഷയ സെന്ററിലാണ്. ഓക്കെ, ഞാൻ ഇലക്ട്രോണിക്സിൽ IT കഴിഞ്ഞാണ്, ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നത്. വെൽഡിങ് കാര്യങ്ങളൊക്കെ ആ ഒരു പരിപാടികളൊക്കെ സെറ്റപ്പ് കാര്യമാണ്. ഇൻഡസ്ട്രിയൽ വർക്കാണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും എഞ്ചിനീയർമാരാണ്. ഒന്നില്ലെങ്കിൽ ഒന്നും മറ്റുള്ളവരൊക്കെ ആയിട്ട് സഹായിച്ചിട്ട് എന്തായാലും സംഭവം കിടലിനാക്കിയിട്ട്. ഇനി അടുത്തൊരു ആശയം എന്താണ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ടുള്ളത്? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ പ്ലാൻ? അത് ഇങ്ങനെ എന്താ പറയാ, പുറത്ത് ഓൾറെഡി പുറത്ത് പോയി. മൗസ് ട്രാപ്പ് ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം. അതായത് സെൻസറൊക്കെ വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട്. എലികളെ ഇറങ്ങാൻ സമ്മതിക്കൂല. എലികളല്ല, എന്തിനും ട്രാപ്പ്. ഭാവിയിലെ വലിയ എഞ്ചിനീയേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്യാൻ കഴിയട്ടെ. 4 ആൾക്കും എല്ലാവിധ ആശംസകളും. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ സൈക്കിളിന്റെ റിവ്യൂ ആണ്. എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരട്ടെ. നമ്മൾക്ക് കഷ്ടപ്പെട്ട അല്ലെങ്കിലും നമ്മൾ പഠിച്ചെടുത്തു. സംഭവം സിമ്പിളായിട്ട് ഓട്ടാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ ഒരു ലെങ്ത്തിന്റെ വിഷയം കൊണ്ട് ഉള്ളൊരു തുടക്കത്തിലുള്ള ആ ഫസ്റ്റത്തെ അതിൽ മാത്രം, പിന്നെ ഒന്നുമില്ല. നമ്മൾ വിചാരിക്കും തുടക്കത്തിൽ ഭയങ്കര, അതായത് 3 പേരെ നമ്മൾ തന്നെ ബാക്കിലുള്ള ആളോ അല്ലെങ്കിൽ സെൻറ്ററിലുള്ള ഒരാൾക്ക് വെയിറ്റ് ആ ഒരു ഇത് വരും തോന്നും. പക്ഷെ ഒന്നുമില്ല കേട്ടോ, വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ റിവ്യൂലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 3 സൈക്കിളാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ 3 സൈക്കിളിൽ ഇപ്പോൾ ഫ്രണ്ട് ഭാഗം സാധാ സൈക്കിൾ പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ബ്രേക്കും കാര്യങ്ങളൊക്കെ ചെയ്തു, ഡിസ്ക് ബ്രേക്ക് കൊടുത്തു. ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇതിന്. ഇതെന്താ വെച്ചാൽ ഞങ്ങള് 3 പാടെ ചവിട്ടി നോക്കിയപ്പോ ഈ ഫോർക്ക് കൂടി ഉണ്ടായി, ഫെയിലായി പോയി. അതില് പിന്നെ ഇങ്ങനെ ഒരു ജമ്പർ ഇട്ട് കൊടുത്താണ്ട് അതിനും സ്ട്രോങ് ആക്കി സപ്പോർട്ട് കൊടുത്തു. സപ്പോർട്ട് കൊടുത്തു. ഫുള്ള് വെയിറ്റും പിടുക്കാണോ വരുന്നത്?
ആ ഫുള്ള് ഈ ഭാഗം വരും, ബാക്കിൽ ഒരു ഈ ഭാഗത്തും ഈ ഭാഗത്തും വരും. Okay. പിന്നെ ഇതിന്റെ ഈ ഒരു ചെയിൻ മെത്തേഡ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യണത്? ചെയിൻ മെത്തേഡ് വെച്ചാൽ ഈ ഭാഗത്ത് 2 ക്രാങ്കാ വരുന്നത്. ഇതിമന്ന് നേരെ ഇങ്ങോട്ട് ഇതിമക്ക് വന്നിട്ട് ഈ ഷാഫ്റ്റിൽ നിന്ന് പിന്നെ ഈ ക്രാങ്കമെന്നാണ് നേരെ ഇങ്ങോട്ട് പോകുന്നത്. അതുപോലെ ഈ സെന്ററിൽ ഒരു റിവീലോ എന്താ അത് ചെയിൻ ടൈറ്റ് ആക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് അവിടെ ഉള്ളത്. അതിപ്പോ ഓൾറെഡി നല്ല ടൈറ്റ് ഉണ്ടായത് നമ്മൾ ഇതിമ കണക്ട് ചെയ്തിട്ടില്ല. ലൂസ് ആവുമ്പോ മുകളിലേക്ക് കയറ്റി കൊടുക്കും, മുകളിലേക്കോ അല്ലെങ്കിൽ താഴത്തേക്കോ താത്തിയിട്ട് ഇതിനെ ടൈറ്റ് ആക്കി എടുക്കും. ഓക്കെ. ഇതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഇവിടെ ബാക്കിൽ ബോൾട്ട്. ഇവിടെ ഇപ്പൊ ചെയിൻ ഇത്ര ലൂസ് ഉണ്ടായോണ്ട് നമ്മള് ഇവിടെ ഒന്ന് ഇതിന്റെ ഇടയിൽ ഇട്ടിട്ട് ടൈറ്റ് ആക്കി കൊടുത്തേക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട്, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ സംഭവത്തിൽ ഇതാണ് സൈക്കിളിൻ്റെ ഒരു സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലേ നിങ്ങൾക്ക്? എന്താ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താ? മെക്ടോട്ടൊക്കെയാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. തൊള്ളികൊള്ളാത്തൊരു പേരാണ്. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ബ്രേക്കിന്റെ ആ ഒരു സംഭവം എങ്ങനെയാണ്? അതായത് ഫ്രണ്ടിൽ മാത്രമാണല്ലോ ബ്രേക്ക് വരുന്നത്. അതെങ്ങനെയാണ്? ഡിസ്ക് ബ്രേക്ക് കാണുന്നുണ്ട് 2 ഭാഗത്തും. ഫ്രണ്ടിലെ ആൾ തന്നെ ഇത് ഫുള്ള് കൺട്രോൾ ചെയ്യണത്. പിന്നെ സൈക്കിളിന്മേ ചവിട്ടാൻ അറിയണോല് വേണം ഇതിൽ ഇരിക്കാൻ, ബാലൻസ് ചെയ്ത് ഇരിക്കാൻ, ഇല്ലെങ്കിൽ പണി പാടും. ഒരാള് ഉരക്ക് വെട്ടി കൊടുത്തു മുന്നത്താക്ക് പണി കയറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ ചവിട്ടാതെ ഇങ്ങനെ ഇരിക്കണം. ചെറിയ കുട്ടിക്ക് നമുക്ക് ഓടിക്കാം. അതുപോലെ തന്നെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഓടിക്കാൻ പറ്റിയ സിസ്റ്റം തന്നെയല്ലേ. നമ്മളിപ്പോ ഒന്നും അറിയാതെ ഓടി വന്നിട്ട് തന്നെ ഓടിച്ചല്ലോ. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ അപ്പൊ എന്തായാലും പൊളിയാണ്. പിന്നെ എന്താണ് ഇതിന്റെ ഒരു മോട്ടറൊക്കെ വെച്ചിട്ട് ഒന്നുകൂടും ചവിട്ടാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ചിന്തിക്കണുണ്ട്. നടക്കട്ടെ, അങ്ങനെയൊക്കെ വരുന്നു. സംഭവത്തില് വിജയിക്കട്ടെ. നിങ്ങൾ ഇതേപോലെയുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തി. ഇത് വിജയിച്ച പോലെ നമ്മൾ മോട്ടോർ വെച്ച് ചെയ്താലും വിജയിക്കൂല. ഇതാണ് പെട്രോളിന്റെ ഒരു ഇഷ്യൂ വന്നോണ്ടാണ് നമുക്ക് അത് തന്നെയാണ് കുറച്ച് ഫെയിം കിട്ടിയത്. ഈ ഒരു ആശയം വരാൻ കാരണം അതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ അടിപൊളി സിസ്റ്റം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് പോകുന്നു. ഞാൻ ഇതുവരെ ബാക്കിലായിരുന്നു ഇരുന്ന്, ഇപ്പൊ സെന്ററിലേക്ക് ഇരുന്ന്. അപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് തോന്നുന്നു. പക്ഷെ വലിയൊരു മറ മുന്നിലുണ്ട്, ഒരു തടസ്സം മുന്നിലേക്ക് കാണുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ട്. ഓക്കെ. ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരാൾ കുഴങ്ങുമ്പോൾ സെന്ററത്തെ ആൾക്ക് ഒരാൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ആ ഒരു എന്താ ചവിട്ടാതൊക്കെ നിൽക്കാൻ പറ്റും. പിടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ കൈയൊക്കെ വിട്ട് ഇങ്ങനെ സംഭവം സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ട്രിപ്പ് പോയാൽ അതിലൊരു കാശ്മീർ നല്ല കാറ്റുണ്ട് ഇവിടെ. കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഒരാൾ കുണ്ടി ചാടുമ്പോൾ മറ്റേ കുണ്ടി ചാടൂല, ഒരാൾ കുണ്ടി ചാടുമ്പോൾ മറ്റേ കുണ്ടി ചാടൂല. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമല്ല മുന്നത്തെ ആളെന്നെ വിചാരിച്ചണം ഇതിന്റെ ബ്രേക്ക് പിടിച്ചണം. നമ്മളെ ബ്രേക്കില്ലേ, അല്ലെങ്കിൽ ചാടി പോലോ. കുറച്ചുണ്ട് ഇവര് തിരിച്ചു കാണിട്ടോ. നമുക്ക് ഈ ഒരു റോഡിന്റെ അത്രയും വീതി ഉണ്ട്, അതാണുള്ളത് ഇത്. കുഞ്ഞുട്ടി കനം കൂടുതൽ. പിന്നെ ഇതിന്റെ ഡിസ്ക് ബ്രേക്ക് കേട്ടോ 2 ഭാഗത്തും, ബാക്കിലും അതുപോലെ തന്നെ ഫ്രണ്ടിലും ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. അതുപോലെ തന്നെ ഇത് ഒരു സിമ്പിൾ സിസ്റ്റം ഒന്നും അല്ല കേട്ടോ. ഈ ഒരു അലൈൻമെൻറ്റുകൾ ഇവർ റെഡിയാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം ഇതൊരു 3 ഇതാണല്ലേ, 3 സെറ്റായിട്ട് ഇവിടുന്ന് ഒന്ന് വരും, അതുപോലെ തന്നെ അത് ഇതിലേക്ക് വരണം, പിന്നെ അത് ഇങ്ങോട്ട് വരണം, പിന്നെ ഒരാൾ ചവിട്ടുമ്പോൾ തന്നെ എല്ലാം കറങ്ങൊക്കെ വേണ്ടേ. ഏതായാലും ആ ഒരു റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ആ കാര്യങ്ങളൊക്കെ എന്താ കുറച്ച് അതിനായിരിക്കും ടൈം എടുത്തിട്ടുണ്ടാവില്ല, അലൈൻമെൻറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. തിരിക്കണമെങ്കിൽ നമ്മൾ ഇതിലിരുന്ന് തന്നെ തിരിക്കാം. ഇനി ആ ഒരു ടൈമൊന്നും നമുക്ക് എടുക്കണമെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് അതേപോലെ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിക്കൊണ്ട് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് നേരമായി ഇപ്പോൾ ഇതിന് ഓട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ സൈക്കിൾ തന്നെ ആയിരുന്നു അല്ലേ. നമ്മളെ സൽമാനും റിൻഷാദും അതുപോലെ നൗഫലും ദിൽഷാദും ഉണ്ടാക്കിയ ഈ ഒരു സൈക്കിൾ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ എല്ലാവരും ചെയ്യുക. കാരണം ഓരോന്ന് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വിജയിക്കുമ്പോൾ നമുക്ക് കൂടി സന്തോഷമാണ്. കാരണം കുറേ ആളുകൾ ഇതേപോലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോഴാണ് പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാവുകയുള്ളൂ. എന്നാലും പുതിയ പുതിയ വീഡിയോകൾ എന്ന് മാത്രമല്ല ഇതേപോലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ഇനിയും ചെയ്യാം. എല്ലാവിധ സപ്പോർട്ടും നമ്മളെ വകയും നമ്മുടെ മാസ്റ്റർ പീസിൻ്റെ വകയും അറിയിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ കുഞ്ഞുട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ സെൻറ്ററിൽ. അപ്പോൾ ഏതായാലും ഒരു എന്താ പ്രത്യേകതരം ഒരു എക്സ്പീരിയൻസ്. ആദ്യമായിട്ടാണ് ഞാൻ 3 ആൾ കയറി ചവിട്ടുന്ന ഒരു സൈക്കിൾ കിട്ടുന്നത്. കുറച്ച് നീളമുള്ള സൈക്കിളൊക്കെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ വിചാരിച്ചത് ഭയങ്കര റിസ്ക് ആയിരിക്കും എന്നാണ്. ഒരു പ്രശ്നമില്ല, സിമ്പിളായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ. അതിൽ അടിപൊളി. ഞങ്ങൾ ആ കൺസെപ്റ്റിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. അപ്പോൾ ഗൈസ് സംഭവത്തിന് നമ്മളിതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അല്ലേ. അതെ, വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ബൈ. എല്ലാവർക്കും നന്ദി. നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇത് നമ്മുടെ നാടിൻ്റെ മലപ്പുറത്തെ ഒരു കാഴ്ച കൂടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയല്ലേ, ഇനിയും ഇതുപോലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ വീണ്ടും വരാം. അടിപൊളിയായിട്ട് നമുക്ക് വീണ്ടും ഇതേപോലെയുള്ള പല സംഭവങ്ങളും ചെയ്യണം. ചാനലൊക്കെ ഉഷാറാക്കി സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ നല്ലൊരു കിടല വീഡിയോ ആയിട്ട് കൊടുക്കണം. ബൈ.